എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇത് ഷർട്ട് അല്ല സയൻസ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഓരോ ഷർട്ടും ആന്റിവൈറൽ ടെക്നോളജി കൊണ്ട് രൂപം കൊള്ളുന്നതാണ്. വൈറസുകളെ തെറിപ്പിച്ച് കളയുന്നു. എന്താണ് ആന്റിവൈറൽ ഷർട്ട്? ഈ ഒരു പരസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. MCRന്റെ ഒരു ആന്റിവൈറൽ ഷർട്ടിന്റെ ഒരു പരസ്യമാണ്. കേട്ട് ഞാൻ മടുത്തു. നമ്മളിപ്പം TV തുറന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരസ്യമാണ് MCRന്റെ ഈ ഒരു ആന്റിവൈറൽ ഷർട്ട്. ഷർട്ടല്ല, സയൻസ് എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇത് വൈറസിനെ തെറിപ്പിച്ച് കളയും എന്നാണ് ഈ ഒരു പരസ്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പം എന്താണ് ഈ സംഭവം എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ബ്രാൻഡാണ് MCR. അപ്പോൾ MCRന്റെ ഒരു ആന്റിവൈറൽ ഷർട്ട് എന്ന് പറയുന്നത് കൊറോണയെ തെറിപ്പിച്ച് കളയുന്ന ഷർട്ടാണെന്ന് അവർ പറയുമ്പോൾ എന്താണെന്നുള്ള സംശയം നമുക്കുണ്ടാവുമല്ലോ. അങ്ങനെ ഞാനൊരു ആന്റിവൈറൽ ഷർട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഷർട്ടിന്റെ റിവ്യൂ, അൺബോക്സിങ്, ഇതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്താണ്, പിന്നെ ഇവർ പറയുന്നുണ്ട് ഇതൊരു സയൻസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു സയൻസ് എന്നും കൂടെ ഒന്ന് അറിഞ്ഞേക്കാന്ന് ഓർത്തിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും മാസ്ക് ധരിക്കുന്നതോ അല്ലെങ്കിൽ സാമൂഹിക അകലം പാലിക്കുന്നതൊന്നും അല്ല കൊറോണയെ എതിർക്കാൻ സഹായിക്കുന്നത്. ഒരു ആന്റിവൈറൽ ഷർട്ട് മേടിച്ചിട്ട് കൊറോണ മാറിപ്പോകുക എന്നുള്ള ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഇതിപ്പം നമ്മൾ പരസ്യങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹെയർ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളിൽ, സ്കിൻ കെയർ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലൊക്കെ പരസ്യങ്ങളുടെ സ്വാധീനം. അപ്പോൾ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ ഷർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, കൊറോണ വന്നതിന് ശേഷം ഓരോ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റിന്റെ പരസ്യങ്ങളിലൊക്കെ കൊറോണനെ കുത്തിക്കയറ്റിരിക്കുന്നുണ്ട്. ഇതിപ്പം സീലിംഗ് ഫാനിന്റെ പരസ്യം എടുത്തോട്ടെ, നിങ്ങൾ പെയിന്റിന്റെ പരസ്യം എടുത്തോട്ടെ, ഭിത്തിയിൽ അടിക്കുന്ന പെയിന്റിന്റെ പരസ്യത്തിലൊക്കെ കൊറോണനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പെയിന്റ്, ഫാനിനകത്ത് കൊറോണനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടെക്നോളജി, ഇങ്ങനെയൊക്കെ പരസ്യങ്ങൾ നമ്മളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഓരോ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിക്കുമ്പോഴും പരസ്യം എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ഒരു MCRന്റെ ഷർട്ട് വാങ്ങിച്ചത് ഒരിക്കലും MCRനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം സത്യമാണെന്ന് അറിയാൻ വേണ്ടി കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് MCRന്റെ സൈറ്റിൽ കയറി വാങ്ങിച്ചതാണ്. ഇതിനകത്തൊരു ഷർട്ടും ഉണ്ട്, ഒരു വെസ്റ്റും ഉണ്ട്. അതായത് ഇന്നർബെയിൻ ആന്റിവൈറൽ വെസ്റ്റ്. ഇനിയിപ്പം ഷർട്ട് കൊറോണയെ തെറിപ്പിച്ച് കളയെങ്കിൽ പിന്നെ വെസ്റ്റിന്റെ ആവശ്യം ഉണ്ടോ അറിയത്തില്ല. അപ്പോൾ ഈ ഒരു സാധനം വന്നേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തോട് വരുന്നതായതുകൊണ്ട് തന്നെ ഇതേൽ വല്ല കൊറോണ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം സാനിറ്റൈസറൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി കേട്ടോ. അത് നമ്മൾ ഇതിനു മുമ്പും അൺബോക്സ് ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. നമ്മൾ ഓൺലൈൻ സാധനങ്ങൾ മേടിക്കുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം. പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല കൊറോണ ഉണ്ടെങ്കിലും. അപ്പോൾ എന്തായാലും ഈ അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ അൺബോക്സിങ് കത്തി. ഓക്കെ, MCRന്റെ ഒരു ബോക്സ്. ഞാൻ ഓർഡർ ചെയ്ത് ഡാർക്ക് റെഡ് ഷർട്ടാണ്. അപ്പോൾ അത് തന്നെയാണോന്ന് അറിയത്തില്ല. ആന്റിവൈറൽ നമ്മുടെ വെസ്റ്റ് ഉണ്ട് ഇതിനകത്തൊക്കെ. ഫ്രീ ആണത്, ഫ്രീ ആയിട്ടാണ് ഇത്. എന്താണ് സംഭവം നോക്കട്ടോ. ഈ ആന്റിവൈറൽ ഷർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇതിൻ്റെ വല്ല സംഭവം പ്രത്യേകിച്ച് ഉണ്ടോയെന്ന് നോക്കണം. ഇത് കോട്ടൺ മെറ്റീരിയൽ ആട്ടോ, കോട്ടൺ മെറ്റീരിയലാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വൈറോ ബാൻഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. അപ്പം ഈ വൈറോ ബാൻഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇതിനകത്തെ സയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്പനി പറയുന്നത് ഈ ഷർട്ട് തുന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂലിൽ വൈറോ ബാൻഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന വൈറസ്, ബാക്ടീരിയനൊക്കെ സ്പ്രെഡ് ആകാതിരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എൻ്റെ സൈസ് 36ആണ്. ഞാൻ 36 സൈസിൻ്റെ ഷർട്ട് വാങ്ങിച്ചേക്കുന്നത്. ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഡാർക്കാണ്. പരസ്യത്തിൽ കാണിക്കുന്ന അത്രയും കളർഫുൾ അല്ല, അത് നമുക്കറിയാം. പരസ്യം കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് കളറൊക്കെ കൂട്ടിയായിരിക്കും നമ്മൾ കാണുന്നത്. അടുത്തത് നമ്മുടെ ആന്റിവൈറൽ വെസ്റ്റ് കേട്ടോ. നമ്മുടെ MCRന്റെ ഒരു ആന്റിവൈറൽ വെസ്റ്റ്. ഇന്നർ ബനിയൻ നമ്മൾ സാധാരണയൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ഇന്നർ ബനിയൻ. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഷർട്ടിന്റെ ക്വാളിറ്റി എല്ലാവർക്കും സംശയം ഉണ്ടോ എന്താണ്. പക്ഷേ ഇതിന്റെ തുണി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഴപ്പമില്ലാത്ത തുണിയാണ്, തുണി നല്ല. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യം പറയുന്നത്, ഞാൻ ഈ ഷർട്ട് വാങ്ങിച്ചത് നമ്മൾ പരസ്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണല്ലേ, അല്ലെങ്കിൽ സംശയമാണ് എന്താണ് ഈ സംഭവം. എന്തോ പ്രത്യേകതയുള്ള പോലെയാണ് നമ്മളെ പരസ്യത്തിൽ കാണിക്കുന്നത്. ഇത് പറയുകയും ചെയ്യുന്നത് ഇത് വൈറസിനെ തെറിപ്പിച്ച് കളയുന്നതാണ്.
എന്നാൽ ഈ ഒരു പരസ്യത്തിന്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു ഡിസ്ക്ലൈമർ എഴുതിയിട്ടുണ്ട്. ടെക്നോളജി ഡസ് നോട്ട് ക്ലെയിം ടു പ്രിവെന്റ് ഓർ ക്യൂർ എ ഡിസീസ് കോസ്ഡ് ബൈ കൊറോണ വൈറസ്. അതായത് കൊറോണ വൈറസിനെ പ്രതികരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുവെന്നോ ഇവർ ക്ലെയിം ചെയ്യുന്നില്ല എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ കേസൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിൽ ഡിസ്ക്ലൈമറിൽ പറയുന്നുണ്ട് ഈ ടെക്നോളജി കൊറോണയെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് പരസ്യം. അപ്പോൾ നമ്മൾ പരസ്യം കണ്ടിട്ടാണ് പലരും ഓടി എടുത്ത് ചാടി ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും MCRനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയല്ല. പക്ഷേ ഇങ്ങനെ പരസ്യത്തിൽ കൂടെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്യത്തിൽ കൂടെ നമ്മളെ ഓരോ കാര്യങ്ങൾ മേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് എല്ലാ പരസ്യങ്ങളും ഉപയോഗിക്കുന്നത്. ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, അത് ക്ലോത്ത് ഒക്കെ ക്വാളിറ്റി ഉള്ള തന്നെയാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ കൺസ്യൂമറിനെ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളിലൂടെ പ്രൊഡക്റ്റിന്റെ സെയിൽ കൂട്ടാൻ ശ്രമിക്കുന്ന പരസ്യങ്ങളാണെന്ന് മാക്സിമം എല്ലായിടത്തും കാണുന്നത്. ഇപ്പം ഒരു കമ്പനി എല്ലാ കമ്പനി അങ്ങനെയാണ് ചെയ്യുന്നത്, കൂടുതൽ കമ്പനി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു പരസ്യം കണ്ടു കഴിയുമ്പം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും നമ്മളുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ചിന്തയൊക്കെയാണ്. ഈ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഈ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കൊറോണ അടുത്തേക്ക് പോലും വരത്തില്ല, പരിസരത്ത് പോലും വരത്തില്ല എന്നുള്ള ചിന്ത ഉണ്ടാക്കും. അതാണ് പരസ്യത്തിന്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണ് ബിസിനസിന്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു സത്യം. കസ്റ്റമർ ഈസ് എ കിങ്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിൽ ഈ പരസ്യങ്ങളിലൂടെ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന രാജാവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രജകളെ. ഇതാണ് സത്യം പറഞ്ഞ ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക, നല്ലതാണോ വേണ്ടതാണോ. നമുക്ക് ആരും പറയുന്നത് കേട്ട് ഓടിപ്പോയി വാങ്ങരുത്. നമ്മൾ ഒത്തിരി ഫിലിം സ്റ്റാർസിനൊക്കെ വെച്ചിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്താണ്. ഇപ്പം ഞാൻ ഷർട്ടിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, നമ്മുടെ ഹെയർ പ്രൊഡക്റ്റ്, സ്കിൻ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാണ്. കെമിക്കൽ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും വാങ്ങേണ്ടത്. അതിപ്പം എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ സാധനം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മോശമാണ്, MCRന്റെ ബ്രാൻഡ് മോശമാണെന്നല്ല പറയുന്നത്. ഇങ്ങനത്തെ പരസ്യങ്ങളിലൂടെ നിങ്ങൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നോക്കി പ്രൊഡക്റ്റ് മേടിക്കാതിരിക്കുക. പ്രൊഡക്റ്റ് നല്ലതാണോ, ക്വാളിറ്റി ഉണ്ടോ, ക്ലോത്ത് നല്ലതാണോ എന്നാൽ വാങ്ങിച്ചോളൂ. അല്ലാണ്ട് ഇങ്ങനെ പരസ്യത്തിൽ കൂടെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നത് ഒരു മോശമായിട്ടുള്ള പരിപാടിയാണ്. അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പരസ്യം ഇപ്പോൾ എപ്പോഴും കാണുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു നോക്കിയത്. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ക്ലോത്തൊക്കെ നോർമലാണ്, സാധാരണ ഷർട്ട് തുണി തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. കൊറോണ വന്നേ പിന്നെ ഒത്തിരി കമ്പനികൾ ഇതുപോലെ കുറേ പരസ്യങ്ങൾ ഇറക്കുന്നുണ്ട്. കൊറോണ കുത്തി കയറ്റിക്കൊണ്ട് കൊറോണ മാറാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നിടത്തില്ല. അപ്പം നമ്മൾ ഒന്ന് ഉചിതമായിട്ട് ചിന്തിച്ചിട്ട് മാത്രം ഓരോ സംഭവങ്ങളും വാങ്ങിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൊറോണനെ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, നമ്മുടെ ഹൈജീൻ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക. പിന്നെ നമ്മുടെ ഗവൺമെൻറ് പറയുന്ന വാക്സിൻ നമുക്ക് എടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ എടുക്കുക. ഇപ്പോൾ നമുക്കറിയാം വാക്സിനൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അത് ആദ്യം ആരോഗ്യ പ്രവർത്തകർക്ക്, അതിനുശേഷം പ്രായമായവർക്ക്. അപ്പോൾ നമ്മൾ യുവാക്കൾക്കൊക്കെ വാക്സിൻ വരുന്നത് ലേറ്റ് ആവും. കാരണം നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, നമുക്ക് കുറച്ചുകൂടെ പ്രിവെൻറ്റ് ചെയ്യാം. നമുക്ക് കൊറോണയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആരോഗ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വാക്സിൻ ബാക്കിയുള്ളവർക്കും ലഭ്യമായിട്ട് നമ്മളോട്ട് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഷെയർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി MCRന്റെ ആൻറ്റിവൈറൽ ഷർട്ട് ഇട്ടിട്ട് കൊറോണയെ ഓടിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ. വൈറസുകളെ തെറിപ്പിച്ച് കളയുന്നു.